പ്രവീണേട്ടാ, പ്രവീണേട്ടാ, പാനൂർ ഹൈസ്കൂൾ. ബെല്ലടിച്ചാൽ മഴവെള്ളപ്പാച്ചൽ പോലെയെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിശേഷിപ്പിച്ച പാനൂർ ഹൈസ്കൂൾ. അവിടെയാണ് പി കെ പ്രവീൺ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥി ജനതയിലൂടെ. പത്താം ക്ലാസ്സിലെ O ഡിവിഷനിൽ പഠിക്കുമ്പോഴാണ് ക്ലാസ് ലീഡറായത്. പിന്നെ സ്കൂൾ ചെയർമാനായി. യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം വഹിക്കുമ്പോഴും അധ്യാപകനായി. പാനൂർ പഞ്ചായത്ത് മെമ്പറായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായി. പാനൂർ നഗരസഭയുടെ കൗൺസിലറായി. അങ്ങനെ പാനൂർ ഹൈസ്കൂളിന്റെ മുറ്റത്ത് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പി കെ പ്രവീണിനെ സ്നേഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പി കെ പ്രവീണിന്റെ കൂടെ ഒത്തുചേർന്നു. അതങ്ങൾ മനസ്സിലാക്കി. എന്താ 10 കൊല്ലത്തിനിപ്പുറം ഇവിടെ പവർ കട്ടില്ലാതൊരു കേരളം. അത് ഇടതുപക്ഷ സർക്കാർ ഇവിടെ നടപ്പിലാക്കിയതാണ്. അങ്ങനെ പോകുമ്പോ ഒരാളിങ്ങനെ മുമ്പോ മറച്ചിട്ട് ആശുപത്രിയുടെ സൈഡിൽ കൂടി അങ്ങനെ നടക്കുക. ചാക്കിയാൽ ചോദിച്ചു, ആ വിദ്വാൻ എന്താ അങ്ങനെ തലയിൽ മറച്ച് അങ്ങോട്ട് നടക്കുന്നതല്ലേ? അപ്പൊ പറയാ അത് ഡെമോക്രസി ആർന്ന ആശുപത്രിയുടെ വികസനം കണ്ട് അത് കാണാണ്ട് അങ്ങനെ പോകാറുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം പ്രവീണിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ. പഴയ സഹപാഠികൾ, അധ്യാപകർ, കൂടെ കളിച്ചു വളർന്നവർ, ബാഡ്മിന്റണിൽ കൂടെ നിന്ന് സർവീസ് തന്നവർ, സ്പോർട്സ് മേഖലയിൽ കൂടെ കളിച്ചവർ, അങ്ങനെ എല്ലാവരും പാനൂർ ഹൈസ്കൂളിൽ എത്തിയിരുന്നു. ഈ ഒത്തുചേരൽ പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ രാജു കാട്ടുപുരം ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലവും പെരിങ്ങളം നിയോജകമണ്ഡലവും അത് മാറി മാറി വന്നിരുന്നു. അതിൽ നിന്നൊക്കെ നാം തെരഞ്ഞെടുത്ത നിയമസഭയിലേക്ക് അയച്ചത് ശക്തരായ നേതാക്കളെയാണ്. നിയമസഭയിൽ ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയവരാണ്. നിയമനിർമ്മാണത്തിൽ ഇടപെട്ടവരാണ്. അതിൽ നമ്മുടെ നിയമസഭാംഗമായിരിക്കുകയാണ് സഖാവ് PR-ഉം സഖാവ് KK ശൈല ടീച്ചറും സഖാവ് KP മോഹനും മന്ത്രിപദത്തിൽ നിന്നുകൊണ്ട് ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായിട്ടുള്ളവരാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പി കെ പ്രവീൺ എന്ന നമ്മളേറെ പ്രിയങ്കരനായ പ്രിയ സുഹൃത്ത് ഇത്തവണ മത്സരിക്കുന്നത്. പാനൂർ ഹൈസ്കൂൾ മുൻ ലീഡർ പി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ ആ ഓർമ്മകളുമായി ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളുമായി ഇവിടെ ഒത്തുകൂടുകയും ചെയ്യുകയാണ് നാം ഓരോരുത്തരും. എല്ലാവർക്കും വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് ഒരേ തരത്തിലുള്ള അനുഭവങ്ങളല്ല പങ്കുവെക്കാനുണ്ടാവും. വ്യത്യസ്തങ്ങളായ ഒട്ടേറെ അനുഭവങ്ങൾ ഇവിടെ പഠിച്ചിരുന്ന കാലയളവിൽ നമുക്കെല്ലാം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നു.
എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ എൻ്റെ പിൽക്കാല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായി മാറിയത് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. പി കെ പ്രവീണിന്റെ അധ്യാപകൻ കൂടിയായ ചാത്തു മാസ്റ്റർ, സഹപാഠിയായ കെ സുധീർ കുമാർ, ലജു മനോജ് എന്നിവർ സംസാരിച്ചു. പി കെ പ്രവീണിന്റെ ക്ലാസ്മേറ്റായ KV മുകുന്ദൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകരുമായ അനിരുദ്ധൻ എട്ടുവീട്ടിൽ നന്ദി പ്രകാശിപ്പിച്ചു. കൂത്തുപറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ പി കെ പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓർമ്മകളിലേക്കുള്ള തീർത്ഥയാത്രയായിരുന്നു. കൂടെ പഠിച്ചവർ, പഠിപ്പിച്ചവർ, അറിവ് തന്നവർ, വഴികാട്ടികൾ, അങ്ങനെ ഓർമ്മകൾക്ക് വല്ലാത്ത സുഗന്ധവുമായാണ് പി കെ പ്രവീൺ സംസാരിച്ചത്. ഒരുമിച്ചുണ്ട്, പക്ഷെ നിങ്ങളുണ്ട് എന്ന ശക്തിയിൽ ഞാൻ മുമ്പോട്ട് പോവാണ്. നിങ്ങളാണ് എന്റെ ശക്തി. ആ ശക്തിയിൽ നിന്ന് എനിക്ക് ഊർജം തന്നുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ 3-4 ദിവസങ്ങൾ മാത്രമാണുള്ളൂ. പ്രവർത്തന രംഗത്തേക്ക് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായി ഒന്നും സംസാരിക്കാതെ, കാരണം ഇനിയും പരിപാടികളുണ്ട്. അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചിഹ്നം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. റാന്തലാണ് ചിഹ്നം. അത് എല്ലാവരോടും പറയണം. ആ ചിഹ്നത്തിന് കൂടുതൽ പ്രകടനം. റാന്തൽ ഇപ്പം ആർക്കും പെട്ടെന്ന് പരിചയം ഉണ്ടാവില്ല. അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കൊണ്ടാണ്. 10 വർഷത്തെ ഭരണം കൊണ്ട് പവർ കട്ട് എന്ന് പറഞ്ഞ സാധനമില്ല. അന്നേരം ആരും മെഴുതിരിയുമില്ല, റാന്തലും ഇല്ലാത്ത അവസ്ഥയാണത്. അതുകൊണ്ട് ഇത് പരിചയപ്പെടുത്തേണ്ട അവസ്ഥയുണ്ട് പുതിയ തലമുറകൾക്ക്. അത് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കുടുംബാംഗങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വമ്പിച്ച വിജയത്തോട് അഭ്യർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെയൊരു സംഘടിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരോടും വോട്ടഭ്യർത്ഥന നടത്തിയാണ് നിറഞ്ഞ മനസ്സോടെ പി കെ പ്രവീൺ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോയത്. സമഗ്ര ന്യൂസ്, പനൂർ. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്.